അപ്പോൾ തഞ്ചാവൂർ ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു അമ്മേനെ പരിചയപ്പെട്ട് ഇത് കണ്ടോ, നമ്മളൊക്കെ ഒന്നും അല്ല കേട്ടോ. ഇത് സ്കൂട്ടറിൽ കാശ്മീർ പോയിട്ട് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ്. വണക്കമ്മ. അമ്മയുടെ പേരെന്നെ? என்னோட பேர் நாகம்மா. ஊர் வந்து திருவண்ணாமலை. திருவண்ணாமலையில இருந்து கன்னியாகுமரி எல்லையில இருந்து காஷ்மீர் எல்லை வரைக்கும் போயிட்டு வந்தது. இந்த பயணம் எதுக்குன்னாக்கா 2025 வந்து மிகப்பெரிய ஒரு பேரழிவு இருக்கு. அந்த பேரழிவு வந்து கொரோனா விட அதிபயங்கரமா இருக்கும். இந்த பேரழிவுல இருந்து மக்கள், நல்ல மக்கள், அதாவது நான் எல்லாரையும் சொல்ல, அப்ப நிறைய பேர் கேக்குறாங்க, அம்மா நல்ல மக்கள் மட்டும்ன்றீங்களே, அப்போ எல்லாரையும் நல்லவங்கன்னு எடுத்துக்க முடியுமான்னா கண்டிப்பா நல்லவர்களாக மாறும். என்னைக்கு நம்ம சாப்பிடுறத ஒருத்தர் பார்க்கும்போது மறைக்காம சாப்பிடுறோமோ அன்னைக்கு நம்ம நல்லவங்க தான். கடவுள் எந்த கோயிலுக்குள்ளேயும் இல்ல, கடவுள் உங்க வீட்டுலதான் இருக்காங்க. தாய் அந்த பார்வதியும் தந்தை சிவன். ஆனா நம்ம தாய் தகப்பனை பாக்குறது ஏதாவது ஒரு ஹாஸ்டல்ல கொண்டு போய் விட்டுறோம். மாமனார் மாமியாவரை அந்த பொண்ணை கூட்டிட்டு வந்த உடனே அந்த வீட்டே நம்ம மறந்துடுறோம். இப்படி நம்ம வீட்டுக்கு பக்கத்துல இருக்கிறவங்களுக்கும் நம்ம எந்த உதவியும் செய்யறது இல்ல. மனுஷன் மதிக்கிறதே இல்ல. நம்ம ஒரு வெள்ளையும் சொல்லையும் போட்டுட்டு ஒரு கடையில போய் டீ சாப்பிடுறேன், அவனும் அந்த 15 ரூபாய் டீ தான் கொடுக்குறான், நாமளும் அந்த 15 ரூபாய் தான் டீ கொடுக்குறோம். ஆனா அவன் காசு அப்படியே நல்லா கையில வாங்குறேன், நாம வச்சா கீழே வையுது. அப்போ ஏன் இந்த பாது வேறுபாடு ஏன்றது தான் எனக்கு. மனிதன் அவ்வளவுதான், உன்னை ஏற்றாலும் ரத்தம் வரும், என்னை ஏற்றாலும் சிகப்பு ரத்தம் வரும். ഹലോ നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളങ്ങനെ യാത്ര തഞ്ചാവൂരിലെ ആ വലിയ ശിവക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുഞ്ഞിനെയും സൈക്കിളും ഒക്കെ ഇവിടെ പാർക്കിംഗ് ഏരിയയിൽ വെച്ചതിന് ശേഷം നമ്മൾ അമ്പലത്തിനുള്ളിലേക്ക് പോവുകയാണ്. ഇതൊരു വാസ്തുശില്പ കലയുടെ ഒരു മകുട ഉദാഹരണമാണ്. വളരെയധികം കൊത്തുപണികളുള്ള ഒരു പുരാതന ക്ഷേത്രമാണ് ഈ തഞ്ചാവൂർ ശിവക്ഷേത്രം. വളരെ മനോഹരമായ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണിത്. സമാനങ്ങളും പ്രധാന ക്ഷേത്രവുമൊക്കെ നിലകൊള്ളുന്ന ഒരു കോംപ്ലക്സാണിത്. പ്രധാനമായും 3 കവാടങ്ങളാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ഈ 3 കവാടങ്ങൾ കടന്നു വേണം നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് എത്താൻ. അപ്പോൾ ആദ്യത്തെ കവാടം വളരെ ചെറുതും അത് പിന്നീട് നിർമ്മിച്ചതുമാണെന്നാണ് തോന്നുന്നത്. രണ്ടാമത്തെ കവാടമാണ് ഏറ്റവും വലുത്. അപ്പോൾ ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വലിയൊരു കോട്ടമതിലിനുള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തെ ഗേറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. വലിയ സ്റ്റോൺസ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പത്താം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത്. ചോള രാജവംശത്തിലെ രാജരാജ ചോളൻ ഒന്നാമനാണ് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത്.
അപ്പം നമ്മൾ ഒന്നാമത്തെ ഗേറ്റും രണ്ടാമത്തെ ഗേറ്റും കടന്ന് ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. ചെറിയ ചെറിയ കല്ലുകളും വലിയ വലിയ ശില്പങ്ങളും ചേർത്തുള്ള ഒരു നിർമ്മിതിയാണ് ഈ ശിവക്ഷേത്രത്തിനുള്ളത്. മനോഹരമായ ഒരു ഗാർഡനാണ് കയറി വരുമ്പോഴേ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ഒരു മയിൽ നടക്കുന്നുണ്ടോ? അതാണ്, ഇവിടെ മുഴുവൻ മയിലാണ്. മൂന്നാമത്തെ ഗേറ്റിനോടനുബന്ധിച്ചാണ് ഇതിൻ്റെ ചുറ്റുമതിൽ വരുന്നത്. ക്ഷേത്ര ചുറ്റുമതിലാണിത്. അവിടെ പത്മാസനത്തിലിരിക്കുന്ന ശിവൻ്റെ ഒരു വിഗ്രഹമാണ് കാണാൻ പറ്റുന്നത്. ഒരു ശില്പം, വിഗ്രഹമല്ല ശില്പം. അപ്പം നമ്മൾ മൂന്നാമത്തെ ഗേറ്റും കടന്ന് മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. ഇത് വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലുള്ള ഒരു ക്ഷേത്രമാണ്. അത്രയ്ക്ക് പഴക്കവും അതിൻ്റെ വാസ്തുവിദ്യയും പ്രകാരം അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രമാണ് തഞ്ചാവൂരെ ഈ ക്ഷേത്രം. ആ ഏറ്റവും മുകളിലെ മകുടം ഏകദേശം 20 ആനകളുടെ തൂക്കം വരുന്ന ഒരു മകുടമാണ്. അത് വളരെ ദൂരത്തിൽ മണ്ണിട്ട് കൊണ്ടുപോയതിന് ശേഷം അതിനു മുകളിലൂടെ ആനകളും മനുഷ്യപ്രയത്നവുമെല്ലാം ചേർത്ത് വലിച്ചുകൊണ്ടുവന്നാണ് അതിനു മുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. പത്താം നൂറ്റാണ്ടിലെ ഒരു അത്ഭുത നിർമ്മിതിയാണ് ഈ തഞ്ചാവൂർ ശിവക്ഷേത്രം. കയറി വരുമ്പോഴേ തന്നെ നമുക്ക് നന്ദിയുടെ ഒരു വലിയ ശില്പവും അതിനോടനുബന്ധിച്ചുള്ള ഒരു വലിയ മണ്ഡപവുമാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ആളുകൾക്ക് വന്ന് വിശ്രമിക്കാനുള്ള മണ്ഡപങ്ങളാണ് ധാരാളമായിട്ട് കാണുന്നത്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കുള്ള പ്രവേശന കവാടത്തിൻ്റെ അകത്തുനിന്നുള്ള കാഴ്ച. എല്ലാം കല്ലിൽ തീർത്ത കെട്ടിടങ്ങളാണ്. സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ, അതാണ് ഒരു ഭംഗിയില്ലാത്തത്. പക്ഷേ ക്ഷേത്രത്തിലേക്ക് ആദ്യമേ തന്നെ സൂര്യകിരണങ്ങൾ എത്തിച്ചേരും. ആ ഒരു രീതിയിലാണ് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം. അപ്പം നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല, വെളിയിലൂടെയുള്ള കാഴ്ചകളാണ് ഞാൻ കൂടുതലും ചിത്രീകരിക്കാറുള്ളത്. ധാരാളം ഉപക്ഷേത്രങ്ങളുള്ള ഒരു ക്ഷേത്ര സമുച്ചയമാണ് ഈ തഞ്ചാവൂരെ ശിവക്ഷേത്രം. നമുക്ക് വരുമ്പോൾ കാണാൻ പറ്റുന്നത് ധാരാളം ഉപക്ഷേത്രങ്ങൾ ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് പല ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒറ്റക്കല്ലിൽ തീർത്ത നന്ദിയുടെ ആ വലിയ ശില്പം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ശിവലിംഗത്തിന് അഭിമുഖമായി ഉള്ള ഒരു നന്ദിയുടെ രൂപമാണിത്. അതിനു മുൻപിൽ തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ കൊടിമരം സ്ഥിതി ചെയ്യുന്നത്.
ഭാഗങ്ങളും ചെറിയ രീതിയിൽ അടർന്നു വീഴുകയും ബലക്ഷയം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം അവർ ചെറിയ ചെറിയ താങ്ങുകളൊക്കെ കൊടുത്ത് ആ ഭാഗത്ത് ചെറിയൊരു ബലക്ഷയം വന്നതിൻ്റെ പേരിൽ താങ്ങ് കൊടുത്ത് നിർത്തിയിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഡിസൈനുകൾ പലതും കല്ലുകൾ താഴെ വീണിട്ടുണ്ട്. കാരണം 10-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ക്ഷേത്ര നിർമ്മിതിയാണിത്. അതിൻ്റേതായ ഒരു പ്രത്യേകത തന്നെയാണ് ഇതിനെ നമ്മളിലേക്ക് ആകർഷിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ മതിലും വിശ്രമകേന്ദ്രവും ഒരുമിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. നിരനിരയായി നന്ദികൾ നിൽക്കുന്ന ഒരു മതിൽക്കെട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. പഴയ ഓട് കഷ്ണങ്ങളാണ്, അതായത് തറയിലിട്ടിരുന്നതാണ്. അതുപോലെ തന്നെ അത് മെയിൻ്റനൻസിന് വേണ്ടി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണെന്നും തോന്നുന്നു. പുതിയ ഓടുകളും കാണുന്നുണ്ട്. പൂർണ്ണമായും ഓട് നമ്മുടെ സാധാരണ ചുടുകട്ടയിലാണ് ഇതിൻ്റെ നടപ്പാത നിർമ്മിച്ചിരിക്കുന്നത്. പ്രധാന നടപ്പാത മാത്രമേ ഉള്ളൂ, കരിങ്കല്ലിലുള്ളൂ. സൈഡിലുള്ള 2 സൈഡും ചുടുകട്ടയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊരു ഗണപതി കോവിലാണ്. ഇപ്പോൾ നമ്മൾ കയറി വരുമ്പം തന്നെ സുബ്രഹ്മണ്യൻ്റെയും ഗണപതിയുടെയും ഒക്കെ പ്രതിഷ്ഠകൾ കണ്ടിരുന്നു. പക്ഷേ ഇതാണ് പ്രധാന ഗണപതി ക്ഷേത്രം. സാധാരണ അമ്പലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതൊരു മോണുമെൻ്റ് ആയതുകൊണ്ട് ഉള്ളിലൊക്കെ ആൾക്കാർ വീഡിയോ എടുക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആരും ഒരു റെസ്ട്രിക്ഷനും പറയാറില്ല. ക്ഷേത്രത്തിലെ പൂജകൾ കഴിഞ്ഞ് പുറത്തേക്ക് വരാനുള്ള വെള്ളം ഒഴുകി വരുന്ന ഒരു പാത്തിയാണിത്. മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് വളരെ വലിയ ഒരു പാത്തിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ തഞ്ചാവൂരെ ശിവക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് ഇവ. ഉപക്ഷേത്രങ്ങളും പ്രധാന ക്ഷേത്രവും ഒരുപാട് കൊത്തുപണികളോട് കൂടിയ തൂണുകളുമൊക്കെ നിറഞ്ഞ ആ മഹാക്ഷേത്രമാണിത്.
അപ്പോഴത്തെ ഇവിടെ ഒരു റെനീസ് ടവർ ഉണ്ട്, ക്ലോക്ക് ടവറാണ്. 1883 ബ്രിട്ടീഷുകാർ പണിതാണെന്നാണ് തോന്നുന്നത്. 1800 കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരാണല്ലോ ഇവിടെ ഭരിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് നമ്മൾ കയറുന്നില്ല. ചിൽഡ്രൻസ് പാർക്കാണെന്ന് തോന്നുന്നു. ടോയ് ട്രെയിനൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഈ കാഴ്ച കണ്ടപ്പോൾ, നമ്മൾ ഈ ക്ലോക്ക് ടവർ കണ്ടപ്പോൾ നിർത്തിയതാണ്. സമയം 9 മണിയാവുന്നു. മുകളിൽ തേനീച്ചക്കൂടൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് യാത്ര തിരിക്കാം.